ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് നടന്ന രണ്ടാമത്തെ ടാസ്ക്, അതായത് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിലെ 6ാമത്തെ ടാസ്ക്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ജയിക്കേണ്ടത് അനീഷ് ആയിരുന്നു. അനീഷിന്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ്, ഗംഭീരമായിട്ടാണ് അനീഷ് ചെയ്തത് എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടാണ് അനീഷ് ചെയ്തത്. ഒരു രീതിയിലുള്ള കോംപ്രമൈസും അനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത്രയും മികച്ച രീതിയിൽ അനീഷ് ടാസ്ക് ചെയ്തു. അത് ഒരു കൈ പിന്നി കെട്ടിയിട്ടായിരുന്നു ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത് കേട്ടോ. അതും ഈ ഒരു സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ള ബാറുകളെല്ലാം ഒരു ബാഗിൻ്റെ അകത്താക്കി കറക്റ്റ് ആ രീതിയിലൊരു റിങ് പോലത്തെ സംഭവം കൊടുത്ത് അതിനകത്താക്കിയിട്ട് വേണം കൊണ്ടുപോയി അവിടെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പൊ അനീഷ് മികച്ച രീതിയിൽ തന്നെ ചെയ്തു. എല്ലാവരും നല്ലപോലെ എഫേർട്ട് ഇട്ടു എന്ന് പറഞ്ഞാലും അനീഷിന്റെ ആണ് ഏറ്റവും കാണാനായിട്ട് നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് കിട്ടിയ അനിമോളുടേനെക്കാട്ടിലും ഒക്കെ നല്ലത് എനിക്ക് തോന്നുന്നു അനീഷിന്റെ തന്നെയാണ്. സെക്കൻഡ് കിട്ടിയ അക്ബറിന്റെക്കാട്ടിലും ഒക്കെ നല്ലത് അനീഷിന്റെ തന്നെയാണ്. ഫ്ലോലെസ് ആയിട്ടുള്ള രീതിയിലാണ് അനീഷ് ഈ ഒരു ടാസ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 8 പോയിന്റുകൾ അനീഷ് ഈ ഒരു ടാസ്കിൽ നേടേണ്ടതായിരുന്നു. അക്ബർ അവിടെ ഒരു അനാവശ്യ വഴക്കുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് 8 പോയിന്റുകൾ അനീഷിന് നേടാൻ പറ്റാതായി പോയത്. എന്തായാലും ഇന്നത്തെ ടാസ്കുകളിലൊക്കെ അനീഷിന്റെ പ്രകടനം മെച്ചപ്പെട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ടിക്കറ്റ് ഫിനാലയിൽ മുമ്പോട്ട് എത്ര നല്ല രീതിയിൽ അനീഷ് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയണം. 100 എന്തായാലും തകർപ്പൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. അനുമോളും അതെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു. പിന്നെ എല്ലാവരും എടുത്തു പറയണം കേട്ടോ, ആര്യൻ, നെവിൻ എല്ലാവരും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. പക്ഷെ അനീഷിന്റെ ഒന്നുകൂടെ മികച്ചതായിട്ട് തോന്നി ആ ഒരു ഫിഷിന്റെ സ്ട്രക്ചർ. അത് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.